ഹായ് ഫ്രണ്ട്സ്, വളരെ പോപ്പുലറായിട്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും. എന്നാൽ ഇതെങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരിക്കും. ട്രേഡിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ അനാലിസുകളെക്കുറിച്ചും ഫണ്ടമെൻ്റൽ അനാലിസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. എന്നാൽ അതിനൊക്കെ മുൻപ് ട്രേഡിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ആദ്യം അത്യാവശ്യമായിട്ട് വരുന്നത് ഡിമാറ്റ് അക്കൗണ്ടാണ്. നമുക്കൊരു ബ്രോക്കർ ത്രൂ ഡിമാറ്റ് അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് ഓൺലൈനിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനാണ് ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കാറുള്ളത്. കമ്പാരിറ്റീവ്ലി ഫീസ് കുറവായിരിക്കും. ഇന്ത്യയിലെ തന്നെ മുൻനിര പട്ടികയിലുള്ള സെറോദ എന്ന ഡിസ്കൗണ്ട് ബ്രോക്കർ ത്രൂ എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ള വീഡിയോ ഞാനിവിടെ കാണിക്കാം. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടായിരിക്കണം. ആധാർ കാർഡ്, പാൻ കാർഡ്, അതുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, അതിലേക്ക് OTP വരും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. കൈറ്റ് സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് എത്താവുന്നതാണ്. സൈൻ അപ്പ് ഫോർ ഫ്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേജിലേക്ക് വരും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ആ നമ്പറിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്യുക. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഫുൾ നെയിം അതുപോലെ ഇമെയിൽ ID വ്യക്തമായി കൊടുത്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കാം. ഇമെയിൽ IDയിലേക്ക് വന്നിട്ടുള്ള OTP ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ. ഇവിടെ വരുന്നത് നമ്മുടെ പാൻ കാർഡ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിൽ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട്, ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, കമ്മ്യൂണിറ്റി എന്നിങ്ങനെ 3 സെഗ്മെൻറ്റുകളെ നമുക്കിവിടെ വേണമെങ്കിൽ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നിലവിൽ ഞാൻ ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ പുതുതായിട്ട് വരുന്ന ട്രേഡേഴ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇക്വിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്ത് നിങ്ങളൊന്ന് പെർഫെക്റ്റ് ആയതിനു ശേഷം ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടെ നമ്മളിവിടെ അധികം കൊടുക്കേണ്ടതുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെയുള്ളവ. ഇപ്പോൾ തൽക്കാലം ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പിന്നീടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷമുണ്ട്. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു. അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് ഈ താഴെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ ശരിക്കും ആധാർ വെരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഇത് നമ്മുടെ ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. 6 ഡിജി ലോക്കറിന് 6 സെക്യൂരിറ്റി പിൻ ആവശ്യപ്പെടുന്നുണ്ട്. 6 സെക്യൂരിറ്റി പിൻ ഇവിടെ കൊടുക്കാം. ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമ്മൾ ഡിജി ലോക്കറിൻ്റെ മറ്റൊരു പേജിലേക്ക് വരും. ഇവിടെയും ഒന്നുമില്ല, ജസ്റ്റ് അലോ കൊടുത്ത ശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് നേരെ ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഫാദർ നെയിമും മദർ നെയിമും കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ആധാർ അഡ്രസ്സിലൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അതിനുശേഷം മാരീഡ് ആണോ എന്ന് ചോദിക്കും. നമ്മുടെ മാരീഡ് സ്റ്റാറ്റസ്, നമ്മൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കുക, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ കൊടുക്കാം. ഓക്കെ, പിന്നെ ആനുവൽ ഇൻകം ഏകദേശം എത്രയാണോ അത് കൊടുക്കാം. ഇവിടെ 1 lakh ഞാൻ കൊടുക്കുന്നു. ട്രേഡിംഗ് എക്സ്പീരിയൻസ് ന്യൂ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഒക്യുപ്പേഷൻ ബിസിനസ് ആണോ, ഹൗസ് വൈഫ് ആണോ, സ്റ്റുഡൻ്റ് ആണോ എന്താണെന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഞാൻ പ്രൈവറ്റ് സെക്ടർ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് എങ്ങനെ വേണമെന്നുള്ളതാണ്. മന്ത്ലി കൊടുത്താലും ക്വാർട്ടർലി കൊടുത്താലും കുഴപ്പമില്ല. ശേഷം നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ചോദിക്കും. അത് നമുക്ക് ഏറ്റവും നല്ലത് നോ കൊടുക്കുന്നതാണ്. ശേഷം ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഇത് മറ്റൊന്നിനുമല്ല, നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനും ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് ലാഭം കിട്ടുന്ന സമയത്ത് നമ്മൾ നിക്ഷേപിച്ച പണവും ലാഭവും ഒക്കെ നമുക്ക് വിഡ്രോവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ കൊടുക്കണം. ഈ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതും തിരിച്ച് നമ്മളിവിടെ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വിഡ്രോവൽ ചെയ്യുന്നതും. ഇവിടെ നമുക്ക് 2 രീതിയിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാനുവലി ചെയ്യാം, UPI വഴി ചെയ്യാം. UPI നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മുടെ സേവിങ് ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് ഗൂഗിൾ പേയിലും UPIയിലൊക്കെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ കാണുന്ന QR-ലേക്ക് ജസ്റ്റ് ₹1 അയച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്ന് ഫില്ലാകുന്നതാണ്. 2 രീതിയിലും ചെയ്യാം. ആദ്യം നമ്മൾ മാനുവലി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പുതിയ ഓപ്ഷനാണ് ലിങ്ക് വിത്ത് UPI. അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, മാനുവലി ചെയ്യേണ്ടവർക്ക് ഇത്തരത്തിൽ IFSC കോഡും അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് കണ്ടിന്യൂ കൊടുത്ത ശേഷം അത്തരത്തിലും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാനിവിടെ ഏതായാലും QR കോഡ് സ്കാൻ ചെയ്ത് അതിലേക്ക് ₹1 അയച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ ഈസിയാണ്.
ഇതിനു വേണ്ടി ഞാനിവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയും അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കാണിച്ചിട്ടുള്ള ₹1 പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓട്ടോമാറ്റിക്കലി എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്ന് ഫില്ലായിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് വെരിഫൈ ചെയ്ത ശേഷം നേരെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാവുന്നതാണ്. ഇനി നമുക്ക് സെൽഫിയുടെ സെക്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ക്യാമറയുടെ പെർമിഷൻ അലോ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ കൊടുത്ത ശേഷം നമുക്ക് സെൽഫി എടുക്കാവുന്നതാണ്. ഇവിടെ സെൽഫി എടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു നമ്പർ എഴുതിയ ശേഷം അത് വെച്ചിട്ട് വേണമായിരുന്നു അതുപോലെ സെൽഫി എടുത്ത് കൊടുക്കാൻ. അതായത് ഫോട്ടോയിൽ അതിൻ്റെ ഒരു ഡെമോ നമുക്ക് കാണിച്ചു തരും. ആ ഡെമോയിൽ കാണുന്നത് പോലെ തന്നെ വൈറ്റ് പേപ്പറിൽ ഒരു നമ്പർ എഴുതി കൈവശം വെച്ച ശേഷം അത് കയ്യിൽ പിടിച്ച ശേഷമായിരുന്നു സെൽഫി എടുക്കേണ്ടത്. എന്നാൽ ഇവിടെ നോർമൽ സെൽഫിയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നോർമൽ സെൽഫിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊരു പക്ഷേ സെൽഫി ചോദിക്കുമ്പോൾ അതിൽ ഒരു ഡെമോ ഫോട്ടോ കൂടെ അവർ കാണിച്ച് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡെമോ ഫോട്ടോ നോക്കി അതിനകത്ത് കാണിച്ചിട്ടുള്ള നമ്പർ ഒരു വൈറ്റ് പേപ്പറിൽ കറക്റ്റായി എഴുതിയ ശേഷം അത് കയ്യിൽ വെച്ച് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെൽഫിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ അത്തരത്തിലൊരു സെൽഫി ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നോർമൽ സെൽഫി എടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ള പേജ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്ലോഡ് എന്ന് കൊടുത്ത ശേഷം നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത ശേഷം ക്യാമറയിൽ ഫോട്ടോ എടുത്ത് അത് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. മൊബൈൽ ഫോണിലൊക്കെ ചെയ്യുന്നവർക്ക് ടച്ച് സ്ക്രീനിൽ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ വരച്ചുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഇത്തരത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഓൾറെഡി ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമുക്ക് നോമിനി ചോദിക്കുന്നുണ്ട്. നോമിനി പിന്നീടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. നമ്മളങ്ങനെ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. 5ാമത്തെ സ്റ്റെപ്പാണ് ഇത്. ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ. ശേഷം ഇതും ആധാർ കാർഡും നമ്മുടെ അതിലേക്ക് വരുന്ന OTP ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കും. ഇതൊക്കെ നമ്മൾ എഗ്രി കൊടുത്ത ശേഷം സൈൻ നൗ കൊടുക്കണം. ഓക്കെ, സൈൻ നൗ കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമ്മുടെ 12 അക്ക ആധാർ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഒരു OTP വരും. അതായത് ഈ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഓക്കെ, നമുക്കിവിടെ സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം വെരിഫൈ ചെയ്യാം. ഇത്രയും കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇവിടെ കഴിയുകയും കുറച്ച് ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരികയും ചെയ്യും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ശേഷം സൈൻ നൗ കൊടുത്താൽ നമ്മൾ നേരെ മറ്റൊരു പേജിലേക്കാണ് വരുന്നത്. ഇതും മറ്റൊന്നുമല്ല, ആധാർ നമ്പർ കൊടുത്ത ശേഷം വീണ്ടും ഒരു മൊബൈൽ OTP വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആധാർ നമ്പർ കൊടുക്കാം. ശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതും വെരിഫൈ ചെയ്യാം. വെരിഫൈ OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും നമ്മുടെ 5ാമത്തെ പേജ് റീലോഡായി ഇത്തരത്തിൽ കൺഗ്രാജുലേഷൻസ് എന്നുള്ള മറ്റൊരു പേജ് തുറന്നു വരികയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം JZX എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂസർ ID. ഈ യൂസർ ID വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു പാസ്വേഡ് കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ലോഗിൻ ടു കൈറ്റ് എന്ന് കൊടുത്ത് നമുക്കൊരു പാസ്വേഡ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള പാസ്വേഡ് ആവശ്യപ്പെടും. അപ്പോൾ അത് നമ്മൾ കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കുകയും അത് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ താഴെ കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുകയും ചെയ്താൽ ഇതോട് കൂടിയിട്ട് എന്തായത് പാസ്വേഡും സെറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൈറ്റ് സെറോദ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ തുറന്നു വരും. ഇവിടെ നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുള്ള യൂസർ IDയും പിന്നീട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യാവുന്നതും ട്രേഡ് ചെയ്യാവുന്നതുമാണ്. ഇനി നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ക്രോമിൽ പോയ ശേഷം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്തരത്തിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. കൈറ്റ് സെറോദ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള യൂസർ IDയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. ട്രേഡ് ചെയ്യാനും ട്രേഡിങ്ങിലൂടെ ഒരു വരുമാനം കണ്ടെത്താനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ധാരാളം വീഡിയോസുകൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്